ലൂക്കോസ് 5:6. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട് വല കീറാറായി. നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണിത്. യേശു കർത്താവ് ഗന്നേസരത്ത് തടാകത്തിൻ്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കി. അപ്പോൾ കർത്താവ് ശീമോൻ്റെ പടകിൽ കയറുവാൻ അനുവാദം ചോദിച്ച് ആ പടകിൽ കയറിയിരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു. അത് കഴിഞ്ഞ് ശീമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവാൻ പറഞ്ഞു. ശീമോന് നിരാശ നിറഞ്ഞ ഒരു മറുപടി ഉണ്ടായിരുന്നു. ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്ന് പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു വല കീറാറായി. സാഹചര്യം വളരെ പ്രതികൂലമായിരുന്നു. രാത്രി മുഴുവൻ അധ്വാനിച്ചു. ശരീരവും മനസ്സും ഒരുപോലെ തളർന്നു, നിരാശയിലായി. കുടുംബത്തിൻ്റെ വരുമാന മാർഗമാണ് ഇന്ന് ശൂന്യമായിട്ടിരിക്കുന്നത്. എന്നാൽ യേശു പറഞ്ഞത് കേട്ടപ്പോൾ സാഹചര്യം അനുകൂലമല്ല, എങ്കിലും ഞാൻ അനുസരിക്കാം എന്ന് ശീമോൻ പറഞ്ഞു. അങ്ങനെ ചെയ്തപ്പോൾ വലിയ മീൻകൂട്ടം ലഭിച്ചു. നമ്മുടെ ജീവിത സാഹചര്യം വളരെ നമ്മെ ഞെരുക്കുന്നുണ്ടാകാം, നിരാശപ്പെടുത്തുന്നുണ്ടാകാം, തളർത്തുന്നുണ്ടാകാം. എന്നാൽ ഇതൊക്കെയാണ് എങ്കിലും ദൈവവചനത്തിന് ചെവി കൊടുക്കാം, ദൈവാലോചനയ്ക്ക് ചെവി കൊടുക്കാം, ദൈവിക സന്ദേശങ്ങൾക്ക് ചെവി കൊടുക്കാം, ദൈവത്താൽ അഭിഷിക്തന്മാരായ ദൈവദാസന്മാർക്ക് ചെവി കൊടുക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ മറഞ്ഞിരുന്ന അനുഗ്രഹം നമ്മുടെ മുൻപിലെത്തുവാൻ ഇടയായിത്തീരും. ദൈവസ്നേഹം കൂടുതൽ രുചിച്ചറിയുവാൻ ഇടയായിത്തീരും. 2 രാജാക്കന്മാർ 5:14. അപ്പോൾ അവൻ ചെന്ന് ദൈവപുരുഷൻ്റെ വചനപ്രകാരം യോർദാനിൽ 7 പ്രാവശ്യം മുങ്ങി. അവൻ്റെ ദേഹം ചെറിയ ബാലൻ്റെ ദേഹം പോലെയായി എന്ന് നാം വായിക്കുന്നു. നയമാൻ എന്ന അരാം രാജാവിൻ്റെ സേനാപതി കുഷ്ഠരോഗിയായിരുന്നു. എലീശ പ്രവാചകൻ കുഷ്ഠരോഗം മാറാൻ 7 പ്രാവശ്യം യോർദാനിൽ പോയി മുങ്ങുവാൻ ആവശ്യപ്പെട്ടു. ആദ്യം നയമാൻ നിരസിച്ചു. എങ്കിലും ദൈവപുരുഷൻ പറഞ്ഞത് ചെയ്തപ്പോൾ പൂർണ്ണ സൗഖ്യം ഉള്ളവനായി. യോഹന്നാൻ 9 പിറവിയിലെ കുരുടനായിരുന്ന ഒരു മനുഷ്യൻ്റെ കണ്ണിൽ കർത്താവ് നിലത്ത് തുപ്പി തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി ചേറ് കണ്ണിന്മേൽ പൂശി ചെന്ന് ശീലോഹം കുളത്തിൽ കഴുകുക എന്നവനോട് പറഞ്ഞു. അവൻ പോയി കഴുകി കണ്ണ് കാണുന്നവനായി മടങ്ങി വന്നു. ഇവിടെയൊക്കെ കർത്താവിൻ്റെ വാക്ക് അനുസരിച്ചതുകൊണ്ടും ശക്തനായ പ്രവാചകൻ്റെ വാക്ക് അനുസരിച്ചതുകൊണ്ടും വലിയ വിടുതൽ നടന്നത് നാം കാണുന്നു. അസാധ്യമാണ് മുൻപിലുള്ളത്, എങ്കിലും നമുക്ക് കർത്താവിൽ വിശ്വസിക്കാം. കർത്താവ് പറയുന്നത് അങ്ങനെ തന്നെ വിശ്വസിക്കാം, ചെയ്യാം. വചനം നമുക്ക് മാർഗദർശിയായി നിൽക്കുമ്പോൾ നമുക്ക് അങ്ങനെ തന്നെ അതിനെ പിൻപറ്റാം. വലിയ അത്ഭുതങ്ങൾ നാം കാണുക തന്നെ ചെയ്യും. പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, വിശ്വസിക്കുവാൻ പ്രയാസം തോന്നിയാലും അങ്ങ് പറയുന്നത് അതേപോലെ അനുസരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. God bless us all.